റമളാൻ. ഇന്നലെ ഞാനും ജാബിറും കൂടെ യാത്ര പോവുക. രാത്രി തറാവിന് ശേഷം യാത്ര ഒരു സ്ഥലത്ത് എത്രയോ ചെക്കന്മാർ. അപ്പം എന്താ പ്രശ്നം? തറാവി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. മനസ്സിലായോ പറഞ്ഞത്? ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതി, ഒരാൾ എനിക്ക് അയച്ചെന്നു. എന്താണെന്നറിയാം, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ മലബാറില്ല. ഈ നരച്ച് പൊങ്ങണ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ വൈകുന്നേരം, ഇത് മുഴുവൻ കിഡ്നി കളയും സംശയിക്കണ്ട. നിരപ്പിക്കുന്ന എന്തോ ഒന്നതിലുണ്ടല്ലോ ഒരു. അപ്പം അതിനു വേണ്ടി ഇറങ്ങാണ് തറാവി കഴിഞ്ഞിട്ട് നാട് മുഴുവനും. എന്താ പറയുക, ഹവ. അപ്പം നോമ്പോറ്റാൻ ആരാ? മനസ്സിലായില്ല. നെഫ്സിൻ്റെ ഹവ നോമ്പോറ്റു, നെഫ്സ് നോമ്പോൽപ്പിക്കും. എൻ്റെ ആമിർ പടച്ചോനല്ല, നിൻ്റെ ആമിർ ആരാണ്? നിൻ്റെ നെഫ്സിൻ്റെ ഹവ. മനസ്സിലായില്ല പറഞ്ഞാൽ തന്നെ. തറാവി നിസ്കരിപ്പിച്ചതാരാ? ഹവ. അന്നെ ഹവ എല്ലാം ഹവ. ഇജ്ജ് പള്ളി പ്രസിഡൻ്റാണ്. ഇജ്ജ് പള്ളി പ്രസിഡൻ്റാകാരാ? ഹവ. ഇജ്ജ് എൻ്റെ ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞു, നാളെ ഞങ്ങൾ കൂടിയാണ്, അപ്പോൾ എന്നെ പള്ളി പ്രസിഡൻ്റാക്കി. അപ്പം ഇജിപ്പാരാണ്? എന്നെ നിയന്ത്രിക്കുന്നത് ആരാ? ഹവ. ഈ പള്ളിയിലെ കാളിയായി ഹവ. നീ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ സംഘടനയിൽ മെമ്പറാക്കിയത്. എന്താ കാരണം? ഹവ. അപ്പം ഇജിപ്പാരാണ്? ഹവ. ഇജാണ് ജനങ്ങളെ നിയന്ത്രിക്കണത്. ഇജ് ആ സംഘടനയിൽ ആ സ്ഥാനത്തെത്തിയത് എന്തുകൊണ്ടാണ്? ഇജ് വേറുള്ളൊരു ഷട്ടം കെട്ടിയിട്ടാണ് എന്നെ നിയന്ത്രിക്കണ ആരാ? ഹവ. അപ്പം ആ സ്റ്റേജ് മേക്കാരി കുത്തുന്ന മുഴുവനും ആളുകൾ നിയന്ത്രിക്കണം എന്താ? ഹവ. അപ്പോൾ ഒരാരാ? അഹ്ബത്ത് മിൻ സബീന ശൈത്താൻ. ഈ സ്റ്റേജ് മേൽ ഇരിക്കുന്ന ആളുകൾ, ഞാൻ എല്ലാവരും ആണെന്നും പറയുന്നില്ല, അല്ലാന്നും പറയുന്നില്ല, ആവണോൻ ഒക്കെ. മനസ്സിലായില്ല? ആരെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ജനങ്ങൾ ഒപ്പിച്ച് അതിലേക്ക് ഉള്ളിൽ കയറി കുട്ടികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹവ. ഈ അവൻ നെഫ്സ് ഹവയ്ക്ക് അടിമപ്പെട്ടു പോയാൽ അവൻ അപകടകാരിയാണ്. ആരെക്കാൾ? അവൻ അപകടകാരിയാണ്. ആരെക്കാൾ? മിൻ സബീന ശൈത്താൻ. ആരെക്കാൾ? 70 ശൈത്താനേക്കാൾ എന്ന് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഇനിയൊരു നബി ലോകത്തുണ്ടാകുകയാണെങ്കിൽ അത് ഇമാം ഗസാലി ആകേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ ആളുകളും ഇമാമികളുണ്ട്. അത് മീർസ എന്നല്ല ആകേണ്ടത്, ഇമാം ഗസാലിയാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. നബി ഉണ്ട് എന്നല്ല, അത്രയും വലിയ മഹാനാണ് ആര്? ഇമാം ഗസാലി തങ്ങൾ. ആ ഗസാലി തങ്ങളാണ് പറയുന്നത്, എന്ത്? നിന്റെ നഫ്സ് എന്നാൽ 70 പിശാചുക്കളെക്കാൾ വൃത്തികെട്ടോൻ നിന്റെ നഫ്സാണ്. ആ നഫ്സാണ് നോമ്പോറ്റ്, ആ നഫ്സാണ് നിസ്കരിച്ച്, ആ നഫ്സാണ് തറാവീഹ് നിസ്കരിച്ച്, ആ നഫ്സാണ് തഹജ്ജുദ് നിസ്കരിച്ച്, ആ നഫ്സാണ് ഒക്കെ നഫ്സാണ്. ആ നഫ്സാണ് പ്രസംഗിച്ച്, ആ നഫ്സാണ് വയൽ പറഞ്ഞ്. അപ്പം ഇനി എന്ത് ചെയ്യണം? മുറിക്കാൻ കഴിയണ ഒരാളെ കിട്ടണം. അത് മുറിച്ചാണ്ട് ഒഴിവാക്കും. അപ്പോൾ നന്നാവും. ഇല്ലാത്ത കാലത്തോളം 70 ശൈത്താനേക്കാളും അപകടമാവും. ഹജ്ജിനോയാൽ നന്നാവില്ല. പലിശ കൊടുത്തിരുന്ന ഒരാൾ ഹജ്ജിന് പോയ സംഭവം ഞാൻ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. പലിശ കൊടുത്തിരുന്ന ഒരാൾ ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾക്ക് പലിശക്ക് പൈസ വാങ്ങിയിരുന്ന ഒരാൾക്ക് പൈസക്ക് അത്യാവശ്യം വന്നപ്പോൾ ചെന്നു. അപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു? ഈ ചെല്ലണമെന്ന് എന്ത് വിചാരിച്ചു? ഹജ്ജൊക്കെ കഴിഞ്ഞ് ആജിയായില്ലേ, ഇനിയൊന്നും മൂപ്പര് എന്താവില്ല, മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നല്ലേ, നല്ല മനുഷ്യനായില്ലേ, ഇപ്പോൾ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ആയല്ലോ, ഇനിയിപ്പോൾ പലിശ ഒന്നും വാങ്ങൂലായിരിക്കും എന്ന് വിചാരിച്ചാണ്ട് പൈസ ചോദിച്ചാൽ കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. ആചാര്യാറും പൈസ നല്ലടാറും. അങ്ങനെ പിന്നെയും ചെന്നു. 2-ാം ദിവസം ചെന്നു. കുറച്ച് അത്യാവശ്യം പൈസ ഒന്നുമില്ല. 3-ാം ദിവസം മുമ്പ് എന്ത് പറഞ്ഞ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിത്തരാം ആചാര്യങ്ങൾ, പൈസ എന്തെങ്കിലും ആയിട്ട് തിരിഞ്ഞാറോ. അപ്പം പറയാം, അങ്ങനെ പറയും. അതിനെ ഞാൻ ഉണ്ടാകുന്നു. പൈസ കുറച്ച് കൂടുതൽ വന്നു. നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നും ചിലവ് നിന്നില്ല. ഇത് പടച്ചവനാണ്, ഇത് റബ്ബിൻ്റെ കലാമാണല്ലോ. ഇതാ പൈസക്ക് പോയ ആളിനോട് പറഞ്ഞത്. ആ പലിശക്ക് ആ പൈസ ഈ റബ്ബിൻ്റെ കലാമിനെ മുന്നിൽ ചെന്നവൻ പറഞ്ഞത് ആ വ്യക്തിനോട് പറഞ്ഞ സംഭവമാണ്. അതായത് ഈ പലിശക്ക് പോയി അന്വേഷിച്ച് പോയില്ലേ, എന്നോട് ആ മനുഷ്യൻ അടുത്തിരുത്തി പറഞ്ഞാണ്, മനുഷ്യന്മാർ നന്നാവൂല കുട്ടിയെ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇന്നാലിനാളിൽ നിന്ന് ഇന്നാലിൻ്റെ അനുഭവം ഉണ്ടായി. അതിനപ്പോൾ ന്യായവും പറഞ്ഞു. എന്ത്? ഞങ്ങൾ പറഞ്ഞ വാക്ക് ഹിക്കായത്ത് ചെയ്യാൻ ഒരു 10-30 കൊല്ലാകുമ്പോൾ പദങ്ങളിലെ അക്ഷരങ്ങളിലൊക്കെ ചില വ്യത്യാസം ഉണ്ടാവും. എന്നാൽ മാന ഒന്നാ അത് അങ്ങനെ പറയാം. നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നും ചിലവ് നിന്നില്ല. അതായത് ഹജ്ജിന് പോയപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ചിലവായി. അപ്പോൾ ആ പായ ഇതൊന്നും ഇനിയും പറ്റൂല, നീ കുറച്ച് കൂട്ടിത്തരണം, എന്നാ പൈസ തരാം, പൈസ ഇവിടെ
ആര് പറഞ്ഞു? 5-ാമത്തവും കൂടി കഴിഞ്ഞ യൗമൊക്കെ വലുതത്തു ഓൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച മാതിരി. മൂപ്പര് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ജനങ്ങൾ അങ്ങനെയല്ലേ പറയാം, മൂപ്പര് അങ്ങനെയല്ലേ കണക്കാക്കുക. തന്നെ ഹജ്ജിന് പോയിട്ടും 6-ന് പോയിട്ടും ഒന്നും മനുഷ്യൻ നന്നാവില്ല. കായബാലയത്തിനെ തൊട്ട് മുത്തി കടന്നു നോക്കിയിട്ട് മനുഷ്യൻ നന്നാവില്ല. അതിൻ്റെ തൊട്ടപ്പുറത്താണ് അബൂജഹൽ ജനിച്ചത്. ഈ മദീനത്ത് പോയി കടന്നു നോക്കിയിട്ട് നന്നാവില്ല. കാരണം അവിടെയാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ ജനിച്ച്. ഓനാണ് ഭൂലോക കള്ളൻ, സയ്യിദുൽ മുനാഫിഖീൻ. ഓൻ ജനിച്ചത് ഓനെ കുഴിച്ചിട്ട് പോലെ തന്നെയാണ്. ഇനി മദീനയിൽ എന്നെ കുഴിച്ചിട്ടുകൊണ്ട് ചെന്നാവോ? അത് ചെന്നാവില്ല. അവിടെയും മുനാഫിഖീങ്ങളെ കുഴിച്ചിട്ടുണ്ട്. ഇജ് നന്നായിട്ട് നല്ലോനാകണം, ഇജ് നല്ലോനാകണം. മനസ്സിലായില്ല? ഇജ് നല്ലോനായിട്ട് സാധനം മുക്ക് പണ്ടല്ല. പണ്ടാണെങ്കിൽ പിന്നെ അലമാരിൽ വെച്ചാൽ അതിൻ്റെ മറ്റേതാ. അൽഹംദുലില്ലാ. മറ്റേത് മുക്ക് പണ്ട് അലമാരിൽ വെച്ചാൽ മനുഷ്യന്മാരെ പറ്റിക്കണം. അന്നെ കൊണ്ടേ മദീനയെ കുറിച്ചിട്ട് ആ ജനങ്ങളെ പറ്റിക്കണം. എന്തിനു പറയണം? മൂപ്പർ മദീനയിലാണ് മരിച്ചത്. മദീനയിൽ ആരും മരിച്ചിട്ടുണ്ട്. പറയടാ, മദീനയിൽ ആരും മരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബൈ മരിച്ചിട്ടുണ്ട്. മക്കയിൽ അബൂജഹലും ജനിച്ചിട്ടുണ്ട്. ഈ 14 ബദർ ശോതാക്കളെ മറവ് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അബൂജഹലുകാർക്കുള്ള ഓലും ചത്തിറക്കുന്നത് അവിടെ തന്നെയാണ്. അതിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, ഒറ്റ സ്ഥലമാണ് ഒക്കെ. നല്ലവരെ ഏതായാലും എന്നാ നബി എന്ത് പറഞ്ഞോ? ഈ മക്കളപ്പം കുഴിച്ചിട്ട സ്ഥലത്ത് ഇവിടുന്ന് കൊണ്ടുപോകും, നമുക്ക് മദീനെ കൊണ്ടുപോകും. ഇല്ല, ഒക്കെ ഒരു സ്ഥലമാണ്. നന്നാണ്ട് നഫ്സ. മനസ്സിലായോ പറഞ്ഞത്? നഫ്സ് നന്നായാൽ എൻ്റെ ഖബർ മദീന. നഫ്സ് വൃത്തിയായാൽ മദീനനെ പറ്റിച്ചതാണ്. ആണോ അല്ലേ? നഫ്സ് നന്നായാൽ എടാ എൻ്റെ ഖബർ മദീന. ഏതുകൊണ്ട്? ആ ഖബറിലെ സാഹിർ മുത്തുനബിയാണ്. ഇജ് മുഅ്മിനാണെങ്കിൽ നിന്റെ ഖബർ ആര് കാണും? അള്ളാഹിന്റെ ഹബീബ് കാണും. നീ മുഅ്മിനാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ചാണെങ്കിൽ ഈ ലോകത്തെ അന്നെ ഖബറിൽ വെക്കുമ്പോൾ ആദ്യം പാഞ്ഞു വരില്ല ആരായിരിക്കും? മുത്തുനബി ആയിരിക്കും. കാരണം അള്ളാഹ് റസൂലിൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ് ഈ പണിയെടുത്തതെങ്കിൽ നീയെ അന്നെ ഖബറിൽ നോക്കുമ്പോൾ അവിടെ ആദ്യം വരുന്ന ആള് ഹബീബായ നബി. ആ ഹബീബായ നബിയെ നോക്കിയല്ലേ മുൻകർ നക്കീർ ചോദിക്കാം, മാ തഖൂലു ഫീ ഹാദാ റജുൽ. ദിവാനിലല്ലേ വാക്ക്? അതെ അതെ, ഹബീബായ നബി. അതെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടെ വരും. ഹബീബായ റസൂലുള്ളാഹ് നല്ല വാക്ക് പറയണമെന്ന് പറഞ്ഞില്ലേ? ഹബീബായ റസൂലുള്ളാഹ് വരും. സ്വല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരും. അല്ലാഹുവിന്റെ ഹബീബ് വരും. ഹബീബിനെ നോക്കിയാണ് ഇസ്രായേൽ മുൻകർ നക്കീർ എന്ത് ചുമാ തഖൂലു ഫീ ഹാദാ റജുൽ, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു? ഇയാളെപ്പറ്റി നീ എന്ത് പറയുന്നു എന്ന് നോക്കി പറയുക. മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഇയാളെപ്പറ്റി നീ എന്ത് പറയുന്നു? നീ മുഹമ്മദ് നബി എന്ന ഒരാളുണ്ടല്ലോ, ആളെപ്പറ്റി നല്ല ചോദിക്കുക. മാ തഖൂലു ഫീ ഹാദാ റജുൽ. അള്ളാഹിന്റെ ഹബീബിന്റെ മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കിടക്കുന്നിടത്ത് ആര് വരും? റസൂലുള്ളാഹ് വരും. അപ്പോൾ ഈ ആളെപ്പറ്റി ഹാദാ ഹബീബി അൽ മുസ്തഫ, എൻ്റെ ഹബീബല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇജ്ജ് ആർക്ക് വേണ്ടി ജീവിച്ചതാണെങ്കിൽ അള്ളാഹ്. അപ്പം നിന്റെ നഫ്സ് ശുദ്ധിയായി. ഇത് യുദ്ധം ചെയ്ത് കാര്യമില്ല. ഉഹദ് യുദ്ധത്തിൽ മരിച്ചു വീണപ്പോൾ അവനെ പറ്റി റസൂലുള്ളാഹ് പറഞ്ഞു, അവനാൾ പോക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ സേവനം എനിക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്ക് അങ്ങനത്തെ സേവനം ചെയ്യാൻ കഴിയും? ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്ത് മരിച്ച് വീണ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹ് എന്താ പറഞ്ഞത്? ഇന്നഹു മിൻ അഹ്ലിൻ നാർ, ഒന്നരക്കാരനാണ്. എന്തുകൊണ്ട്? ഖാതല ലിയുഖാല ഇന്നഹു ജരീ, അവനൊരു ധീരനാണെന്ന് പറയപ്പെടായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഓൻ ആരെ പക്ഷത്ത് യുദ്ധം ചെയ്തു? ചങ്ങായി, ഇത് പറ. അങ്ങനത്തെ സേവനം നിനക്ക് ചെയ്യാൻ കഴിയുമോ? അത് പറ. എനിക്ക് ഉഹദ് യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ, ആ കാലം കഴിഞ്ഞില്ലേ. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹിന്റെ ഹബീബിന്റെ പക്ഷത്ത് യുദ്ധം ചെയ്ത ഒരു വ്യക്തി, ഒരു ഗ്രാമീണൻ, ഉഹദ് യുദ്ധത്തിൽ നബി തളർന്നിട്ടുണ്ട്, നബിയുടെ പക്ഷം തളർന്നു എന്നറിഞ്ഞപ്പോൾ ഗ്രാമീണനായ ഒരാൾ ഓടി വരിക. അയാൾ മുനാഫിക്കാ. അയാൾ ഓടി വന്നിട്ട് ഈ പക്ഷത്ത് യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്തിട്ട് അയാൾ മരിച്ചു വീണപ്പോൾ അയാളെ പറ്റി ഹബീബ് റസൂലുള്ളാഹിനോട് പ്രശംസ ചൊരിഞ്ഞു ആളുകൾ. വല്ലാത്തൊരു മനുഷ്യൻ. അയാളെ യുദ്ധം കണ്ടിട്ട് ആളുകൾ വന്ന് റസൂലുള്ളാഹിനോട് പറയാ. അപ്പോൾ പറഞ്ഞു, പ്രശംസിക്കണ്ട, ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ എവിടുത്തുകാരനാ? ഒന്നരക്കാരനാ. അവൻ ഏത് പക്ഷത്താ? റസൂലുള്ളാഹിന്റെ പക്ഷത്ത്. യുദ്ധം ചെയ്തത് ആരെ പക്ഷം ജയിക്കാനാ? റസൂലുള്ളാഹിന്റെ പക്ഷം ജയിക്കാനാ. എന്നിട്ട് അവൻ ആരാ? അങ്ങനത്തെ പണിയെടുക്കാൻ കഴിയൂലല്ലോ. എന്ത് വിചാരിച്ച ഈ പറയുന്നൊക്കെ? അല്ല, എന്താണ് ഇപ്പൊ പറയുന്നത്? എന്ത് പ്രശ്നം? എന്താ അവൻ്റെ പ്രശ്നം?
മദ്സൂസത്തായ സ്വന്തം നഫ്സിന്റെ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിഞ്ഞില്ല. അത്രയും പ്രശ്നം. സ്വന്തം നഫ്സിന്റെ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ എന്താണ് കാര്യമില്ല, എന്താണ് കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഇതിനെ ഹലാല് പോലും മഹാന്മാർ ഒഴിവാക്കും. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നത് എന്തിനാ? ഹലാൽ ഒഴിവാക്കി. എന്തിന്? മുസ്തഹയാത്തില്ല, ആഗ്രഹിക്കപ്പെട്ട കാര്യം ഒഴിവാക്കി, ഹലാലൻ ഒഴിവാക്കി. പിന്നെ ഹറാം ആഗ്രഹിക്കൂല, ഹലാലനെ ഒഴിവാക്കി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഹലാലനെ ഒഴിവാക്കി. ആഗ്രഹിക്കപ്പെടൊന്നുമില്ല. നഫ്സ് ആഗ്രഹിക്കാൻ പാടില്ല, നഫ്സ് ആഗ്രഹിച്ചാൽ ചെയ്യൂല, ചെയ്തു കൊടുക്കൂല. അങ്ങനെ തന്നെ ആ മനുഷ്യൻ ശുദ്ധിയായി നന്നാവും. അത് തന്നെ ഉസ്മാൻ ഹറൂൻ തങ്ങൾ കൊണ്ടു നടന്നതാണ് ബഹുമാനപ്പെട്ട ഖാജയെ. എന്നിട്ട് എവിടെയെങ്കിലും എത്തിയാൽ അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാനും വിറക് ശേഖരിക്കാനും ഒക്കെ ഈ കുട്ടിയെ നിയോഗിക്കും. ഈ 10-20-22 വയസ്സായ ഈ ബാല്യക്കാരൻ നിയോഗിക്കും. ഷെയ്ഖിനെ അമലയും, പിന്നെ വിശ്രമിക്കും, ഉറങ്ങും. കുട്ടിക്കൊന്നും പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കണം. മനസ്സിലായി? തളർന്നാൻ പാടില്ല. അത് കഴിഞ്ഞ് ഷെയ്ഖ് എണീറ്റാൽ പിന്നെ ഒപ്പം പിന്നെയും പോവും വേണം. പിന്നെ കുട്ടിക്ക് ഉറങ്ങാൻ നേരമില്ല. അപ്പം എന്തുമില്ല, ഉറക്കമില്ല, ഒക്കെ ഒഴിവാക്കി. ബാണ്ടക്കെട്ടിൽ ഭാരം കുറവാണെങ്കിൽ ഷെയ്ഖ് പിടിച്ചു നോക്കിയിട്ട് ബാണ്ടക്കെട്ടിൽ ഭാരം കുറവാണെങ്കിൽ കല്ല് കയറ്റിട്ട് കെട്ടിക്കൊടുക്കും, ഭാരം കുറച്ച് ഉണ്ടാകാൻ. അങ്ങനെ കൊണ്ടുവരണം. ഒരഭിപ്രായം 20 കൊല്ലം. ആ 20 കൊല്ലം കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ മനസ്സിലായോ? മദീനയിൽ റൗള സിയാർത്ത് ചെയ്യാൻ പോയി. അപ്പോൾ റൗള നശരീരുണ്ടായി, ഇന്ത്യയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ആളാണ് പിന്നെ ഇന്ത്യയിൽ വന്നത്. അസിൽ മനസ്സിലായില്ല, അസിൽ അവർ ഇറാനികളാണ്. പിന്നെ ആവശ്യം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. ഇത് ശുദ്ധീകരിക്കപ്പെട്ട ആളാണ്. അപ്പം സ്വന്തം നഫ്സിൻ്റെ ആവ കഴിഞ്ഞു. ഇനി സ്വന്തം നഫ്സിനോട് താല്പര്യം ഇല്ല. ആരെ മുന്നിൽ ചെറുതാകാൻ മടിയില്ല, എന്തിനും മടിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അത് നമ്മളെ നഫ്സിലാണ് കുഴപ്പം. ഇവർ വയറല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ വയറൊക്കെ ആർക്കെതിരാണ്? ശൈത്താനെതിരാണ്. അപ്പം നമ്മൾ ശൈത്താനെയും കൂടി കെട്ടിട്ട് നമ്മൾ നന്നായും ചെയ്ത്. ശൈത്താൻ ഒരു ചുക്കുമല്ല. ഇതും കൂടി നമ്മൾ ശൈത്താനെ തല്ലിട്ടാണ് തടി തപ്പണ്ട. ശൈത്താൻ ഒരു ചുക്കുമല്ല, ഒന്നുമല്ല. ഇനി ആണെങ്കിൽ തന്നെ ഒന്നിനോട്ട് കഴിയൂല. ഇന്ന കൈദ ശൈത്വാനി കാന ളഈഫാ. അവൻ്റെ ചതികളും കുതന്ത്രങ്ങളും വളരെ ദുർബല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനിപ്പിക്കാം. ചിന്തിക്കണം. തല കൊടുത്ത് ചിന്തിക്കണം. ഈ പറഞ്ഞത് നല്ല പോലെ തല കൊടുത്ത് ചിന്തിക്കണം. നമ്മളെ ഹവയിൽ രക്ഷപ്പെടുന്നു വേണം. നമ്മളെല്ലാവരും നമ്മളൊക്കെ ഹവൻ്റെ അടിമകളാണ്. നമുക്ക് ആഗ്രഹമുള്ള നമ്മൾ ചെയ്യും. ഒക്കെ ഹവയാണ്, എല്ലാം ഹവയാണ്. നമ്മൾ കൊടുക്കുന്ന ഹവയാണ്, വാങ്ങുന്നത് ഹവയാണ്, ചെയ്യുന്നത് ഹവയാണ്, ഒക്കെ ഹവയാണ്. എല്ലാം ഹവയിൽ അകപ്പെട്ടു, എല്ലാം. അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റവും ഇല്ല. ഏത് ശവ്വാലാവുമ്പോൾ റമദാൻ 30 കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടായില്ല. എന്തുകൊണ്ട്? കെട്ടിട്ട ആൾ അപകടകാരിയല്ല. കെട്ടിയിട്ട ആൾ അപകടകാരിയല്ല. ആര്? കെട്ടിയിടപ്പെട്ടത് പിശാചിന. അയാൾ നമ്മളിലേക്ക് അപകടകാരിയല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അയാളെ നശിപ്പിക്കാൻ അയാൾ തന്നെ യോഗ്യനാണ്, അയാൾ തന്നെയാണ് ചെയ്യുന്നത്. അവന് പിശാചിന് അവിടെ വലിയ റോളില്ല. അപ്പം അയാളെ കെട്ടിട്ടുകൊണ്ട് നമുക്ക് ലാഭമില്ല. റമളാൻ മാസത്തിൽ ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നതിൽ ആർക്കെ ലാഭം ഉണ്ടാവുള്ളൂ? ശൈത്താൻ വരുന്നവന്, ഓൻ്റെ തലയിലേക്ക് ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ പ്രശ്നമുള്ളൂ. നമ്മളടുത്ത് കാര്യം വരുന്നില്ല. പറയും മനുഷ്യന്മാരെ, നമ്മളടുത്തേക്ക് ശൈത്താൻ വരുന്നില്ല ചങ്ങായിമാരെ. എന്തുകൊണ്ട്? ശൈത്താനാണ് ആവശ്യമുള്ള പണിയെടുക്കുള്ളൂ. നമ്മളെപ്പോലെയല്ല. നമ്മളടുത്തേക്ക് വരേണ്ട കാര്യമല്ല എന്ന് ആർക്കറിയും? ശൈത്താൻ. കാരണം ശൈത്താനേക്കാൾ 70 വട്ടം അപകടകാരിയായ നഫ്സാണ് അവൻ്റെ. അപ്പം അവിടേക്ക് വെറുതെ ആര് പോകൂല. എല്ലാം തികഞ്ഞ ഒരു 18 അടവും പമ്പരം തിരിയലും അറിയണ ഒരുത്തരം കുരുക്കൾ പിന്നെ പറഞ്ഞു കൊടുക്കും. എന്താണ് പ്രശ്നം? 18 അടവും പമ്പരം തിരിയലും അറിയുന്ന ഒരാളടുത്തേക്ക് കുരുക്കൾ
നേരം കളയിലല്ലോ. കുരുക്കൾ ഇപ്പോൾ പുതിയതായി ആരെങ്കിലും കളയിൽ വരികയാണെങ്കിൽ ഓനല്ലേ പരിശീലിപ്പിക്കുള്ളൂ. പിശാചിനിപ്പോൾ നമ്മളെ പരിശീലിപ്പിക്കേണ്ടത് നമ്മളെടുത്തേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നമ്മൾ ഹവയിൽ മഹ്ബൂസാണ്. നമ്മളടുത്തേക്ക് ചെയ്ത്താൻ വരില്ല. ചെയ്ത്താൻ മൊയ്തീൻ ശേഖർ ഇഫായി ശേഖർ ഓരോത്തൊക്കെ പോകുള്ളൂ. നമ്മളടുത്തേക്ക് ചെയ്ത്താൻ തിരിഞ്ഞു നോക്കാനല്ല. എന്തുകൊണ്ട് നോക്കണ്ടേ? ആവശ്യമില്ല. ആരെങ്കിലും മൂമിനി ഉണ്ടെങ്കിൽ ഓരത്ത് പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ വന്നിട്ട് ലാഭമൊന്നുമില്ല. എന്താ റമദാൻ ലാഭം എന്താ? പടച്ചോനെ, റമദാനിലെ ലാഭം എന്താ? ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നവർക്ക് ലാഭമാർക്കാണ്? ശൈത്താനെ കൊണ്ട് നാശമാണോൽക്കാണ്. നമ്മൾ ശൈത്താനെ കൊണ്ടല്ല നാശമാണ്, നമ്മൾ നമ്മളെ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ശൈത്താനെ കെട്ടിട്ട് നമ്മക്കെന്താ കാര്യം? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാതിരുന്നാൽ അപകടം വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ടോ? കാരണം എന്തുകൊണ്ട്? അവർ സ്വയം വിചാരിക്കുന്നത് അവരാരാണെന്നാണ്. നമ്മളൊക്കെ തന്നെ എല്ലാവരും നമ്മൾ വിചാരിക്കുക. നമ്മൾ നല്ലവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ നമ്മളെ പേടിപ്പിക്കുന്നത് ആരാണ്? പിശാച്. ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇഷ്ടം പോലെ തെളിവുകൾ അതിന് പറഞ്ഞു. ഇതേ വൃത്തിയിട്ട ഈ നഫ്സിനെ അള്ളാഹു ബഹുമാനിച്ച് വിളിക്കുന്നത് അവസാനത്തെ 30-ാം ജുസിലുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവേ പോര്. യാ അയ്യുഹൻ നബിയ്യു, മനസ്സിലായില്ലേ? അതേ പ്രയോഗ യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കുമ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സു. ഈ നഫ്സാര അഖ്ബസ, വൃത്തികെട്ടവന. എന്നിട്ട് റബ്ബ് വിളിച്ചു. എന്തുകൊണ്ട്? ഈ റബ്ബൻ ഈ നഫ്സ് എന്തിലായി? ശുദ്ധിയായി. അതിനു വേണ്ടി പണിയെടുത്തു. നിസ്കാരം അതിനു വേണ്ടിയാണ്. മനസ്സിലായി? അപ്പൊ ഇതിൻ്റെ മേലെ ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ തുടക്കാൻ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് 2 നിലക്ക് തുടക്കാം. ഒന്ന്, ചളി കളയാൻ വേണ്ടി തുടക്കാം. ചളി കളയാൻ വേണ്ടി നിങ്ങൾ തുടക്കുമ്പോൾ ഇതിന് വേദനയാവും. ഒരു കിതാബ് തുടച്ചാൽ 50 പൈസ. നിങ്ങൾക്ക് ഉച്ചവരെ 50 പൈസക്ക് കൊണ്ടിരിക്കാനേ വയ്യുള്ളൂ. അതേ സമയത്ത് വേറെ ആൾ തുടച്ചു, ഓൻ 500 രൂപ പണി 10 മിനിറ്റ് കൊണ്ടെടുക്കാം. അതാണ് നമസ്കാരം. നമ്മളെ നഫ്സിനെ തുടക്കൽ ഈ നിസ്കാരം കൊണ്ട് നടക്കണേയില്ല. ഇത് നഫ്സിനെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ. ഏത് ചീത്തയെയും തടയാൻ എന്തിന് കഴിയും? നിസ്കാരത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അവിടെ മുസക്കായ അവസ്ഥയിലേക്ക് ഉയർന്നല്ലോ എന്ത്? നഫ്സ്. മനസ്സിലായില്ല? ഈ നഫ്സിന്റെ ശുദ്ധീകരണം എന്തിന് നടക്കും? നിസ്കാരത്തിൽ നടക്കുന്നതുകൊണ്ടല്ലേ നിസ്കാരം നഫ്സിനെ ചീത്തയെ തടയാൻ കഴിഞ്ഞത്. നമ്മളെ നിസ്കാരം എന്ത് ചീത്തയെ തടയുന്നത്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അത് നിങ്ങൾ ചിന്തിക്കി. കാരണം ഇതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ കൂലിട്ടണമെന്നേ ഉള്ളൂ. കൂലി ഞാൻ മനസ്സിലായില്ല. അപ്പൊ ഇത് തുടച്ച ഓന് മനസ്സിലായില്ല. ഓൻ എത്രയും തുടക്കാൻ കഴിയും. ഇപ്പൊ കൂലിക്ക് അടക്ക പൊളിക്കണവരുണ്ട്, ബെറ്റിലെന്നാൻ വേണ്ടി അടക്കാൻ നാക്കുന്നവരുണ്ട്. ഒരിക്കൽ 2 കുരുവാണിയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കൂലിക്ക് അടക്ക പൊളിക്കണോല് എന്താ ചെയ്യുക? അടക്ക പൊളിച്ചിട്ട് അടുത്തടക്ക പൊളിച്ചിട്ട് അങ്ങനെ പോകുക. അപ്പൊ എത്ര അടക്ക പൊളിച്ചോ അത്രയും കൂലി കൂടും. അവനാൻ്റെ ബെറ്റിലേക്ക് തീർക്കാൻ വേണ്ടി അടക്ക നാക്കണോ? അങ്ങനെയാണോ പൊളിക്കുക? ആ തൊപ്പ കളഞ്ഞ് പിന്നെ എന്ത് ചെയ്ത്? പിന്നൊന്ന് ചരണ്ടി എല്ലാം ക്ലിയർ. എന്തുകൊണ്ട്? അതുപോലെ ഇങ്ങിട്ടാണ്, മറ്റേത് അങ്ങോട്ടാണ്. മറ്റേ ക്വാണ്ടിറ്റി കൂട്ടാണ്. നമ്മളിപ്പോൾ 20 റക്കായത്ത് 40 റക്കായത്ത് 60 റക്കായത്ത് ഇപ്പോൾ 3 തറാവി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എത്ര റക്കായത്ത് കഴിഞ്ഞു? 3 തറാവി കഴിഞ്ഞപ്പോൾ തറാവി മാത്രം ഇപ്പോൾ 60 റക്കായത്തായി. ഒരു റക്കായത്തിന് ഇപ്പോൾ എത്ര കൂലിയാണ്? പറഞ്ഞ കൈമാരെ
ഒരു ഫർദിൻ്റെ കൂലി. അപ്പം നമുക്കിപ്പം ഈ 3 ദിവസം കൊണ്ട് ഇപ്പം എത്ര കിട്ടി? 60 ഫർദിൻ്റെ കൂലി കിട്ടി. നെഫ്സ് എവിടെ തുടച്ചു? നെഫ്സ് എവിടെ എന്നായി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പണിയെടുക്കുക, ഈ പണിക്ക് വേണ്ടിയാകുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണില്ല. പണിക്ക് വേണ്ടിയാകുക. ഒരു പണിൻ്റെ കൂലി എന്നതിനപ്പുറം നമുക്ക് ചിന്തയില്ലാതാകുക. അങ്ങനെ വരുമ്പോൾ നെഫ്സിൻ്റെ തുടക്കൽ അവിടെ നടക്കൂല. ഇപ്പം നിന്നെ നന്നാക്കി തരുന്ന ഒരു മനുഷ്യൻ 100 ആളെ കൊന്നു. ഒരു നെഫ്സൻ 100 ആൾ. അപ്പം 100 ആളെ കൊല്ലുന്ന ഒരു മനസ്സോനുണ്ടല്ലോ, ഉണ്ടോ ഇല്ലേ? പറയും മനുഷ്യന്മാരെ 99 ആളെ ഒരാൾ കൊന്നു. പിന്നെ ഉപദേശം തേടി ചെന്ന ഒരു പണ്ഡിതൻ, ചിലപ്പോൾ ആ പണ്ഡിതൻ പോയി പണി നോക്കിപ്പോ എന്നെ പോലത്തെ ഒരു വന്ന അള്ളാൻ അതാ പറഞ്ഞാണ്. അപ്പോൾ അയാളെയും കൊന്നു. അപ്പോൾ അയാൾ എത്ര ആളെ കൊന്നു? 100 ആളെ കൊല്ലുന്ന ഒരു മനസ്സല്ലേ അയാളുടേത്. പറയും മനുഷ്യന്മാരെ, അതല്ല അയാളെ മനസ്സ്. ആ മനുഷ്യൻ വേറൊരാളെടുത്തെത്തിയപ്പോൾ, ഒരു സ്വാലിനടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് അബ്റാറായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഇജ് അവിടേക്ക് പോയിക്കോ, അവിടെ ചെന്നാൽ ചെന്നാവും. അപ്പോൾ അയാൾ ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ നാട്ടിൽ മുസക്കയായ അംഫുസ് മാത്രമുള്ളവരേ ഉള്ളൂ. മനസ്സിലായില്ല? ശുദ്ധീകരിക്കപ്പെട്ട നഫ്സുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പുറപ്പെട്ടു. പകുതി വഴിയിൽ ഇയാൾ മരിച്ചു. ജബാനിയാക്കൾ പറഞ്ഞു ഇയാൾ നരകക്കാരൻ, അയാൾ 100 ആളെ കൊന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ മലക്കൾ പറഞ്ഞു ഇയാൾ സ്വർഗ്ഗവാസിയാളെ തൗബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ അറിയിച്ചു കൊടുത്തു വഴിദൂരം അളക്കാൻ. വഴിദൂരം അളന്നപ്പോൾ അയാളുടെ പെടച്ചിൻ്റെ പെടലിൽ ഒരു വിരൽക്കൊടിയുടെ അളവിൽ അയാൾ അബ്റാറിൻ്റെ ഗ്രാമത്തിലേക്ക് അടുത്തിട്ടാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കൾ അയാൾ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നത്? പറയും, എന്താ ചെയ്യുന്നത്? ഇയാൾ നന്നാകാൻ വേണ്ടി കിതാബ് ചെയ്തത്? കിതാബ് ഒന്നും ഉണ്ടാവുമല്ലോ. പറയും മനുഷ്യന്മാരെ, പറയും അന്തമുള്ളവരുണ്ടെങ്കിൽ പറയും. അന്തമില്ലാത്ത വിഡ്ഢികൾ കുറയാൻ ഇപ്പോഴത്തെ കാലത്തിലോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ നന്നാകാൻ വേണ്ടി ഇപ്പോൾ എന്താ ചെയ്തത്? അതെന്നല്ലടാ ചങ്ങായി ഫാത്തിഹ. ഇത് നന്നാകണം, യഹ്ദിന സിറാത്തൽ മുസ്തഖീം, എനിക്കൊന്ന് നന്നാകണം പഠിച്ചോണെന്ന് പറഞ്ഞപ്പോൾ എന്താ പഠിച്ചോ എന്നോട് പറഞ്ഞേ? ഇത് ഖുർആൻ ഓതുന്ന പറഞ്ഞ എങ്ങായി ഈ സിറാത്തൽ ലദീന, നല്ല നഫ്സുള്ളവരെ കൂട്ടത്തിൽ കൂടിക്കോ, എന്നാൽ ചെന്നാവും. അപ്പം ഈ ആ സംഭവം ഈ ഫാത്തിഹ ഒന്നല്ലേ? നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് ഞാൻ പിന്നെയും പറഞ്ഞുതരാം. അന്നുമില്ലേ ഒരു കിതാബ് ചങ്ങായി? ആദ്യത്തെ 7 ആർക്കിറങ്ങിയിട്ടുണ്ട്? ആ പറയുടെ ചങ്ങായി, ഇവിടെ 7 കിതാബില്ലാത്തൊരു കാലല്ലല്ലോ. അപ്പൊ ഈ 100 ആളെ കൊന്നവനെ കിതാബ് ഓതാൻ പറഞ്ഞേക്കാണോ ചെയ്തത്? പൊട്ടന്റെ വർത്താനം പറയല്ലേ. ഇവിടെ 100 ആളെ കൊന്നവനെ ഇപ്പൊ കിതാബ് ഓതാനാണോ പറഞ്ഞേച്ചത്? അല്ല. പിന്നെ എന്തേ പറഞ്ഞേച്ചത്? ഈ ഫാത്തിഹ സൂറത്ത് അന്ന് ഫാത്തിഹ ഇറങ്ങിയിട്ടില്ലെങ്കിലും ജന്നല്ലേ ഏത് കാലത്തും അബ്റാർ താമസിക്കുന്ന ഒരു നാടുണ്ട്. അവിടെ മുസക്കയായ ആളുകളെ ഉള്ളൂ, ശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങളാണ് ആ നാട്ടിലുള്ളത്. എവിടെ പോയിക്കോ. അവിടേക്ക് പോയിട്ട് അയാൾ അവിടെ എത്തിയതുമില്ല, അതിനിടയിൽ മരിച്ചു. പക്ഷെ വിരൽ കൊടിയുടെ അളവിലെങ്കിലും അയാൾ എങ്ങോട്ടും അടുത്തു. ആ ഗ്രാമത്തിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു റഹ്മത്തിന് മലക്കൾ പറഞ്ഞ സ്വർഗ്ഗത്ത് കൊണ്ട്. എന്തുകൊണ്ട്? അയാൾ നല്ലവരിലേക്ക് അടുത്തവനാണ്. മരണവേദനയിൽ പെടഞ്ഞിട്ടാണ് അയാൾ ഒരു വിരൽ കൊടിയിൽ അങ്ങോട്ട് കൂടിയത് എന്നും ചില റിവായത്തിൽ കാണുന്നുണ്ട്. കിതാബ് ഓതാനല്ലേ പറഞ്ഞ്? നല്ലോരെ കൂട്ടത്തിൽ കൂടിയാലേ നന്നാവും. ശ്രേഷ്ഠരായ സ്വാലിഹ്യങ്ങളെ കൂടെ ഇരിക്കണം. നല്ലോണം ചിന്തിക്കണം. വിഡ്ഢികളെ കൂട്ടത്തിൽ കൂടരുത്. ഇതിൻ്റെ അപ്പുറം എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയാത്തത് നിങ്ങൾ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് ഇതിനപ്പുറമുണ്ട്. ഇതിനപ്പുറം പറയാനുണ്ട്. അതൊറ്റ ചോദിച്ചാൽ പറഞ്ഞുതരാം. എന്താണ്? നമ്മളെ കഴുകല. നമ്മൾ അല്ലാഹു തആല നിസ്കാരക്കാരേ വാ എന്നല്ല പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഏതാണ് ഈ നഫ്സ്? അഖ്ബസു മിൻ 70 ശൈത്താനൻ. 70 ശൈത്താനേക്കാളും അപകടകാരിയായ അതേ നഫ്സിനെ അല്ലാഹു അമ്പിയാക്കളെ വിളിക്കുമ്പോൾ വിളിക്കാണ്. യാ അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ വിളിക്കാണ് ആരെ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. നഫ്സേ. അപ്പോഴത്തെ നഫ്സ് എന്തായിട്ടുണ്ട്? പറയേ. 70 ശൈത്താനേക്കാൾ അപകടകാരിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ. ഒരാളെ നഫ്സ് 70 ശൈത്താനേക്കാളും അപകടകാരിയാണ്. പിന്നെ ആ നഫ്സിൽ ശുദ്ധീകരണം നടക്കണം. ശുദ്ധീകരണം സ്വയം നടത്താൻ പറ്റൂല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം
മുൻകാലത്ത് എത്ര വൃത്തികെട്ടവനായാലും നന്നാക്കി തരേണ്ടവരെ മുന്നിലാണ് എത്തി നന്നാക്കിയാൽ നന്നാവും. ആ നഫ്സിനെ അള്ളാഹ് എങ്ങനെ വിളിച്ചു? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അതന്നെ കൂടുതൽ വർത്തമാനത്തിൽ പറയേണ്ട ആവശ്യമില്ല, ഒരാവശ്യമില്ല. ഹലാലിനെ വരെ അവർ ഒഴിവാക്കി, ഹലാലിനെ വരെ ഒഴിവാക്കി. എന്തിനാ ഹലാലിനെ ഒഴിവാക്കി? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമല്ലാതെ പറഞ്ഞില്ല. ചിലപ്പോൾ അതും വേണ്ടി വരും, ചിലപ്പോൾ അതും വേണ്ടി വരും. അപ്പം നമ്മൾ നന്നായി തീരുന്ന വേണം. നന്നാക്കുക എന്നുള്ളത് ഇതൊന്നല്ല, നന്നാകലൊരു പണിയാണ്, ഭയങ്കര. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അവന് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയൂല. അപ്പം നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടാകണം. അയാൾക്ക് നമ്മളെ നഫ്സിനെ കൊണ്ടേ സമർപ്പിക്കണം. അയാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ പറയും. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. ആലിമ് എന്നോട് ഇഷ്ടമുള്ളതേ പറയൂ, ആരിഫ് നിനക്ക് ഇഷ്ടമില്ലാത്തത് പറയും. കാരണം ആലിമിന് പുററിയും ഉള്ളറിയില്ല, ആരിഫിന് ഉള്ളറിയും. അതന്നെ ആലിം നിനക്ക് ഇഷ്ടമുള്ളത് പറയുള്ളൂ. അപ്പം എനിക്ക് ആലിമിൻ്റെ അടുത്ത് പോകാനും ആലിമിൻ്റെ ഒപ്പം കുത്തിരിക്കാനും ആലിമിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഇഷ്ടമാണ്. ആലിം ഇഷ്ടമല്ലേ പറയുള്ളൂ, ആരിഫ് അങ്ങനെ പറയില്ല. ആരിഫ് ഉള്ളറിഞ്ഞവൻ എനിക്കിഷ്ടമുള്ള പറയില്ല. നമുക്കാണ് എന്നെ കാണുമ്പോൾ തീരുമാനം ഇപ്പം നമുക്കാണ്. പിന്നെ എൻ്റെ ഹമാക്കത്ത് നന്നാക്കണമെന്നേ പറയുള്ളൂ. അതെനിക്കിഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ഫുള്ള് അയാളൊപ്പം ഇരിക്കൂല. ആലിം അങ്ങനെയല്ല, ആലിമിന് എൻ്റെ ഉള്ളറിയില്ല. അലിമിനുണ്ട് ആൾക്കും അറിയാം, ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അല്ലാഹു റസൂലിനും അറിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആലിമിൻ്റെ ഒപ്പം ഇരിക്കാൻ നിനക്ക് കഴിയും, ആരിഫിൻ്റെ ഒപ്പം ഇരിക്കാൻ കഴിയില്ല. ആരിഫ് ചിലപ്പോൾ കള്ളനെ അടുത്ത് വെച്ചിട്ട് നല്ലവനാട്ടും. അപ്പം നാട്ടുകാർ ആരിഫിനെ ആട്ടും, മൂപ്പരപ്പം കള്ളന്മാരാ. അല്ലെങ്കിലും ഇന്നലെ രാത്രി ചെയ്തത് തിന്മയായ കാര്യം ചെയ്തു. രണ്ടാൾ ചെയ്തു. ഒന്ന് കള്ളുടിയൻ, ഒന്ന് ആലിമ്. ആലിമ് കിബിറാണ് ചെയ്തത്. കിബിറുമ്മൽ ഉണ്ടായിത്തീർന്ന കാര്യമാണ് ആലിമ് ചെയ്തതെന്ന് സങ്കല്പിക്കുക. കള്ളുടിയൻ ചെയ്തതോ കിബിറുമ്മൽ ഉണ്ടായതല്ല, ഷഹ്വത്തുമ്മൽ ഉണ്ടായതാണ്. എങ്കിൽ ഇവർ രണ്ടാളും കൂടെ ആരിഫിൻ്റെ അടുത്ത് എന്നാൽ ആലിമിനെ വടിയെടുത്താട്ടും. ആരിഫ് കള്ളുടിയനോട് ഇവളൊക്കെ തരുന്നു. നാട്ടുകാർ കണ്ടാൽ ആരാട്ടും? ആരിഫിനാണ്. കള്ളുടിയന്മാരെ ചങ്ങായ മൂപ്പർക്ക് കള്ളുണ്ടി വരും. കാരണം കള്ളുടിയും ചെയ്ത് ചെറിയ തെറ്റാണ്. എന്താ കള്ളുടി ചെയ്ത്? കള്ളുടിച്ചു. അതെന്താ? ഷഹവത്ത്. അപ്പോഴും അവനെ അറിയാം എന്ത് ഞാനീ ചെയ്യുന്നത് തെറ്റാണ്. ഈ നാട്ടിലേറ്റവും അമുക്ക് ഞാനാണ്. ആലിമ് നില കിബറാണ് എടുത്തോ. അതാരെ പണിയാണ്? ഇബിലീസിൻ്റെ പണിയല്ല. ഇബിലീസ് കള്ളുടിച്ച ചരിത്രമല്ല. ഇന്നലെ മറ്റം ചെയ്ത് ഇബിലീസിൻ്റെ പണിയല്ല. ആരെ പണിയാണ്? ഇന്നലെ ഇബിലീസ് മനസ്സിലായില്ല. ഈ രണ്ടാളെ കൂട്ടത്തിൽ ഇബിലീസിന് പണിയെടുത്തത് ആരാ? ആലിമൻ്റെ ഇടങ്ങായി. ഇബിലീസ് കള്ളുടിച്ചെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇബിലീസ് കള്ളു കുടിച്ചെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ചങ്ങായിമാരെ? എന്തോരു എന്തല്ലാതിരിക്കണ്. ഇബിലീസ് കള്ളുടിക്കാൻ പ്രേരിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. ഇബിലീസ് കള്ളുടിച്ചു എന്ന് ആയത്തുണ്ടോ? പഠിച്ച ഒന്ന് പറ മനുഷ്യന്മാരെ. ഇബ്ലീസ് ഇബ്ലീസ് ചെയ്യുന്ന പണി എന്താ? കിബിർ. അപ്പൊ ഇവിടെ യഥാർത്ഥ ഇബ്ലീസ് ആരാ? ഈ ആലിമ്, ഈ കിബിർ കൊണ്ട് നടക്കുന്ന ആലിമ്. മറ്റാൾക്ക് കള്ളുടിച്ചപ്പോ തന്നെ അറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്, ഈ നാട്ടിലെ ഏറ്റവും മുഖ്യാന. അതേസമയത്ത് ആലിം എന്താ വിചാരിക്കണത്? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല മഹാനാണ്, ഞാൻ എന്റെ കൈ മുട്ടിയിട്ടല്ലാതെ പള്ളിയെ കയറാൻ പറ്റില്ല. ആരെങ്കിലും മുട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നോട്ടി അവന് ഇപ്പോൾ കുറച്ച് സെറ്റൊരു വളച്ചിട്ട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെ കൈ മുത്തിയിട്ട് പള്ളി വരും. ആദം നബി അള്ളാഹു തആല പഠിച്ച ഉടനെ തന്നെ ഇബ്ലീസിന്റെ കൈ മുത്തിയിരിക്കണമെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആദം നബി അള്ളാഹ് പഠിച്ചു. റൂദി തന്നെ ആരെ കണ്ടു? വലിയ മൂല്യർക്കൊക്കെയാണ് ആര്? ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആലിമല്ലേ, വലിയ ആലിമാണ്, വലിയ ആമിലാണ്, വലിയ ആബിദാണ്. അപ്പോൾ ഈ താടിക്കാരനായ വലിയ നിസ്കാരത്താകുമ്പോഴൊക്കെ ഇയാളെ കണ്ടപ്പോൾ ഇബ്ലീസ് അതിൻ്റെ പേരിസനെ എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും പഠിച്ചോനെ ആ കയ്യൊന്ന് മുത്തി തുടങ്ങാലോ എന്ന് വിചാരിച്ചെങ്കിൽ ഒരു പ്രശ്നവും നമ്മളെ മേലെ ഇബ്ലീസ് ഉണ്ടാക്കുന്നല്ല. അന്ന്
സ്വർഗത്ത് കൂടുകയും ചെയ്യുക, ആ സ്വർഗത്തിനോട് പുറത്താക്കൂല. നമുക്കൊക്കെ ഇവിടെ വന്ന് ഇടങ്ങാറായി സ്വർഗത്തിന് ഉണ്ടാക്കേണ്ട ആദ്യം നബിൻ്റെ മക്കളാണെന്ന് നമുക്ക് നമ്മളെ പറ്റി അള്ള വിധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പാറപ്പുറത്ത് പൊളച്ചിപ്പിച്ചിട്ടെങ്കിലും നമുക്ക് സ്വർഗത്തിൽ തന്നെ കൂടായിരുന്നു. എന്തേ പറ്റിയത്? ആദ്യം നബി ഇബ്ലീസിൻ്റെ കയ്യെ മുട്ടിയില്ല. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ മനപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് എല്ലാ പ്രശ്നവും ഉണ്ടാകാതല്ലേ. സ്വർഗത്തിലാണെങ്കിൽ കൊടുക്കലില്ല, ബാങ്ക് വാങ്ങില്ല, ബാങ്കില്ല, മറ്റതില്ല, മറിച്ചില്ല, തല്ല കുത്തില്ല, UDF ഇല്ല, LDF ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, ലീഗില്ല, ഒരു ശല്യമില്ല സ്വർഗത്ത് പാർക്കാണെങ്കിൽ. ഇതൊക്കെ ഉണ്ടായത് ആദം നബി ഇബ്ലീസിന്റെ കൈമുട്ടാത്തോണ്ട്. ഇതേ അവസ്ഥയാണ് ആർക്കുള്ളത്. ഈ കൈമുട്ടി കൊടുക്കുന്നത് ഞാൻ മോശമെന്ന് പറയല്ല, ഞാൻ നല്ലതെന്ന് പറയല്ല. അതായത് പടുജാഹിലിന്റെ അടുത്തേക്ക് പടുജാഹിലിനെ നഫ്സ് ചതിക്കൂല, ആലിമിനെ നഫ്സ് ചതിക്കും, ആബിദിനെ നഫ്സ് ചതിക്കും. എത്ര ഷരീഫാണോ ഓന്റെ നഫ്സ് ചതിക്കും. ഓന്റെ നഫ്സിനോട് പറയും ഇത് വലിയവനാണ്. അത് ആരെ സിഫത്താണ്? ഇബ്ലീസ്. ആടന്മാര് മോശമായപ്പോൾ ഏറി വന്നാൽ കള്ളുടിക്കുന്നല്ലോ എന്നായി. ഏതായാലും ഇബ്ലീസ് കുടിച്ച പണിയൊന്നുമില്ല. ഇബ്ലീസ് കള്ളോട്ട് കുടിച്ചിട്ടില്ല. അത് പഠിച്ചോനെ പുറത്തു തരണം തീർന്ന ഒരു 25,000 കഴിഞ്ഞാൽ തീരുന്ന വിഷയമാണ്. എന്ത് പറയാങ്ങായിമാരെ, കള്ളുടിയൊക്കെ കള്ള് കുടിച്ചു വരുമ്പോൾ തന്നെ ഓനെന്ന് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം തന്നെ അള്ളാഹുത്തിന് സാരല്ല പൊയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാം. അതേ സമയത്ത് അള്ളാഹ് പൊറുക്കാത്ത ആളാണ് ഇബ്ലീസിന്റെ സിഫത്ത്. അതേതാണ്? ഇബ്രാഹിം. അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടാളും ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടിയൻ ഈ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടിയൻ മരിച്ചു എന്ന് ഇവൻ എന്നോട് പറഞ്ഞു. ഫുൾ ടൈം കള്ളുടിക്കണം വെച്ചാൽ എന്തൊരു നന്മ ഉണ്ടാവും. നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആര് മരിച്ചു? കള്ളുടിയൻ മരിച്ചു. ആരാണ് ഈ നോമ്പ് നോറ്റ മനുഷ്യന്മാർ? മനസ്സിലായില്ലേ? ഇവനെ ഈ മനുഷ്യനെ മയ്യത്ത് സ്കരിക്കല്ലേ? അതും റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. ആരാ മരിച്ച്? ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടിയൻ. ഒരു സിഫത്തായൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കള്ളുടിക്കാൻ വേണ്ടി പറയല്ല. നീ കള്ളുടിച്ചാൽ നന്നാവും. എന്റെയും തടിമേലുള്ള ദോഷം നോക്കിയാൽ ആ ദോഷം കള്ളുടിയനില്ല. അത് ഉറപ്പ് കള്ളുടിയനില്ല. സ്റ്റേജ് മേക്കാരി കുത്തിരിക്കുന്നവരുടെ ദോഷം സ്റ്റേജിന്റെ അടിയിൽ ആളുകൾക്കില്ല, ഒരിക്കലുമില്ല, ഉറപ്പായിട്ടില്ല. ആ സ്റ്റേജിന്റെ മുകളിലുള്ള ആളുകളൊക്കെ ഉന്തിത്തള്ളി താഴത്ത് കിട്ടിട്ട് വേറെ ആ ബാക്കിൽ ഒരു മുന്നിൽ കയറി. അതാണ് നീതി. പക്ഷെ ഓല് ഒരിക്കലും സ്റ്റേജ് മുന്നോട്ട് ഇറങ്ങില്ല. ഒരു ചവിട്ടി പുറത്താക്കിയാലും ഒരു തവള കയറുമ്പോൾ പിന്നെയും സ്റ്റേജ് മെക്കാനായിരുന്നു. ഇതൊക്കെയാണ് ദുനിയാവ്. അങ്ങനെ ഏതെങ്കിലും സ്റ്റേജിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ദുനിയാവ് മൊത്തം അങ്ങനെയാണ്. മനുഷ്യൻ്റെ നഫ്സ് മനുഷ്യനെ ചതിച്ചു. അത് മനസ്സിലാക്കാനും കഴിയില്ല. നമ്മൾ എന്തും ഓൻ്റെ തലയിക്കിടുക, എന്തും ഒരു കിണറ്റിലൊരു പെരിച്ചായി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ടാ നമ്മൾ എന്ത് പറയും? അവിചാരിതമായി പെരിച്ചായി ചാടി ആ പെരിച്ചായിക്കുള്ള ചൂറ്റം നമ്മൾ പറയും. എന്ത് നമ്മളെ പൂള മാന്തി അതാണ്, മറ്റത് മാന്തി എന്താണ്, എല്ലാം ഓൻ്റെ തലയിക്കിടും. ഇതന്നെ ചെയ്താൻ നമ്മൾ ഇല്ല ചെയ്ത അബദ്ധം മുഴുവൻ ആരെ തലയിക്കിടാണ്? ചെയ്ത്താനെ വഹിക്കനെ വന്നിട്ടുണ്ടാവില്ല. ചെയ്ത്താനെ വരേണ്ട ആവശ്യമല്ല. നമ്മളെ നശിപ്പിച്ച നമ്മുടെ നഫ്സാണ്. അപ്പം ഈ 70 ശൈത്താനേക്കാൾ അപകടകാരിയായ ഈ സാധനത്തിനെ നന്നാക്കണമെങ്കിൽ 70 ശൈത്താൻ്റെ പണി മതിയോ? തിരിഞ്ഞില്ല. നമ്മൾ ഖിതാമുൽ കലാമാണ്. തിരിഞ്ഞില്ല. 70 അഹ്ബത്ത് മിൻ 70 ശൈത്താനൻ ഫഇന്ന നഫ്സ, നന്നാക്കാത്ത നഫ്സെല്ലാം 70 ശൈത്താനേക്കാൾ അപകടകാരിയാന്ന് ഇവിടെ ഗസാലി ഇമാം പറഞ്ഞില്ലേ? അപ്പൊ 70 ശൈത്താനെ നന്നാക്കാൻ എടുക്കണ പണിയുണ്ട്. ആര് നന്നാവൂല? 70 ശൈത്താനേക്കാളും അപകടകാരിയാണ് ആര്? ഒരു ശൈത്താനെ 2 ശൈത്താനെ 4 ശൈത്താനെ നന്നാക്കണ അധ്വാനം കൊണ്ട് ആര് നന്നാവൂല? നഫ്സ് നന്നാവൂല. കാരണം നഫ്സ് ആരെക്കാൾ അപകടകാരിയാണ്. അപ്പൊ 70 ശൈത്താനെയും നന്നാക്കി സാലിയാക്കുന്നതിനേക്കാളും പണിയാണ് ആരെന്നാക്കല്? നഫ്സ് നന്നാക്ക. അതും മനസ്സിലാക്കണ്ടേ? ഒരു കുട്ടീൻ്റെ വിരലിൻ്റെ തുമ്പിൽ മാത്രമേ മലമുള്ളൂ. ഒരു കുട്ടീൻ്റെ കൈ മലത്തിലാണ്. ഉമ്മാൻ്റെ കുട്ടികളൊക്കെ മലത്തിൽ കളിച്ചു. 5-8 കുട്ടികളുണ്ട് ഉമ്മാക്ക്. കുട്ടികളൊക്കെ മലത്തിൽ കളിക്കുക. ഒരു കുട്ടീൻ്റെ കൈവരലേ ഉള്ളൂ. ഒരു കുട്ടീൻ്റെ കൈമുട്ടുന്ന താഴത്തേക്കേ ഉള്ളൂ. ഒരിക്കലും ഒന്ന് കയ്യിലേ ഉള്ളൂ. അതിൻ്റെ കീഴ്പൊട്ടൊക്കെ ഉള്ളൂ. മൂർത്താവ് മുതൽ എന്താണ് തീട്ടത്തിൽ മുങ്ങിക്കാണ് എങ്കിൽ ഉമ്മ കുടുങ്ങ ആരെക്കൊണ്ട? മറ്റോൻ വിരലൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയാൽ തീർന്ന്.
ഒരുത്തൻ മരത്തിൽ മുങ്ങി പൊങ്ങിയതാ. ഓനെ നന്നാക്കണമെങ്കിൽ ഇവരൊക്കെ നയറ്റി വിട്ടതിന് ശേഷം ഉമ്മ ഒന്ന് ഒരുങ്ങി ചെന്ന് പറഞ്ഞ് പൊയ്ക്കോളി, നീ ഈ ബലല്ല ഞാനൊന്ന് ചെറിയ പണിയൊന്നും പോരാ. നിന്റെ നഫ്സ് 70 ശൈത്താനേക്കാൾ അപകടകാരിയാണെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കാൻ എന്ത് അധ്വാനം വേണ്ടി വരും? ആരന്നാക്ക? ശൈത്താൻ നന്നാക്ക. 70 ശൈത്താനേക്കാളും അപകടകാരിയാണ് നിന്റെ നഫ്സെങ്കിൽ അത് നന്നാക്കിയെടുക്കാൻ പണി എത്ര ഉണ്ടാവും? ഇതാദ്യം പഠിക്ക്. ഇപ്പോഴും ഞാനും വിചാരിച്ച് നടക്കണം എന്താണ്, നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും മഹാനാണ്, അത് നമ്മൾ വിചാരിച്ച് നടക്കാണ്. ഇത് എന്തിനേക്കാൾ അപകടകാരിയാണ്? 70 ശൈത്താൻ. അതാണ് നന്നാക്കിയാൽ ചെയ്യും. ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു പക്ഷേ റമദാനിൽ ഇതിന്റെ 2ാം ഭാഗവും പറയും. ഒരു പക്ഷേ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ നാളെ പറയാണ്ട്. അപ്പം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വളരെ 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 ചിന്തിക്കണം. എല്ലാത്തിനൊക്കെ മാറി നിന്നിട്ട് എനിക്കൊന്ന് നന്നാകണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നല്ലവരല്ല എന്ന് മനസ്സിലാക്കണം. നന്നാകണമല്ലോ എന്ന് ചിന്തിക്കണം. ഒരു പണിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നാവും. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിലും അള്ളാഹുവിൻ്റെ മുത്തഖ്വകളിലും അള്ളാഹു നമ്മളെയൊക്കെ തീർത്ത് തരട്ടെ. എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ തുടക്കം മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല, ഒരുപാട് വിശദീകരണങ്ങൾ ഇനി പറയാനുണ്ട്. മോൾക്ക് എക്സാം എളുപ്പമാകാൻ ദുആ ചെയ്യാൻ 313 രൂപ. ആലുവ എന്നൊരു സഹോദരി. അള്ളാഹുവെ ഒരു എക്സാം എളുപ്പമാക്കി, ആ കുട്ടിക്ക് എക്സാം എളുപ്പമാക്കിയൊക്കെ റഹ്മത്തിലാക്കി കൊടുക്കണം റബ്ബേ. ഇന്ന് വഫാത്തായ പാണാവള്ളി ഉസ്താദിന് ദുആ ചെയ്യാൻ അള്ളാഹുവെ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. എൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഉമ്മയുടെ ഇപ്പോഴേ അസുഖം മാറാൻ 313 രൂപ ഉപ്പാക്കും ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ. ഹലാല ഉദ്ദേശം പൂർത്തിയാൻ 501 രൂപ ഹലാല ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കണമേ റബ്ബേ. ഒരു കുഞ്ഞുണ്ടാകാൻ വെച്ചാൽ 500 രൂപ അള്ളാഹുവിക്ക് സാലിയ കുട്ടിയെ കൊടുക്കണമേ റബ്ബേ. അത്യാവശ്യക്കാരൻ നടക്കാൻ 100 രൂപ അള്ളാഹുവെ ഒരു ഹലാല ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുകയും ആ കാര്യത്തിന് പ്രത്യേകമായി റാഹത്തിലായി സാധിപ്പിച്ച് സന്തോഷമാക്കി കൊടുക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك، لقد دعوناك فأجبنا يا الله. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم. ربي നിന്റെ പൊരുത്തത്തിലാക്കി തരണമേ റബ്ബേ. എല്ലാ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും തുറന്നേരണമേ റബ്ബേ. എല്ലാ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്കും അപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ മക്കളെ നീ സ്വാലിയാക്കി തരണമേ റബ്ബേ. അള്ളാഹുവേ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഉപകരിക്കണമേ റബ്ബേ. ഞങ്ങൾ നഫ്സ് നല്ലതല്ല, ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങൾക്ക് നന്നാകണം എന്നൊരു ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങൾക്ക് നന്നാകണം. ഞങ്ങളാണ് പിശാചല്ല അപകടകാരി, ഞങ്ങളാണ്. ഏറ്റവും വലിയ അപകടം ഞങ്ങൾക്ക് വരുത്തി വെച്ചത് ഞങ്ങൾ തന്നെയാണ്. അതിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങൾ തന്നെയാണ് അപകടകാരി, ഏറ്റവും വലിയ അപകടകാരി ഞങ്ങളാണ്. ഞങ്ങൾക്ക് വരുത്തി വെച്ച അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. റബ്ബന ഈ റമളാൻ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട ഖൈറിൻ്റെ നേട്ടമുണ്ടാക്കുന്ന ശുദ്ധീകരിക്കുന്ന റമളാനാക്കി തരണം